സൂറത്ത് തൗബയിൽ മുശ്രിക്കുകളെയും ജൂത ക്രിസ്ത്യാനികളെയും നിലവാരം കുറഞ്ഞ പരദൂഷണം പറയുന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മരമണ്ടത്തരങ്ങളുടെ ഒരു പാക്കേജായിട്ട് അവതരിപ്പിച്ച 2 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. തൗബയിലെ 36, 37 എന്നീ വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ആദ്യം ഞാൻ വായിക്കാം, എന്നിട്ട് അതിലുള്ള മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. 36. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. അവയിൽ 4 എണ്ണം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ് വക്രതയില്ലാത്ത മതം. അതിനാൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്. ബഹുദൈവ വിശ്വാസികൾ നിങ്ങളോട് ആകമാന യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവരോടും ആകമാന യുദ്ധം ചെയ്യുക. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. 37. നസീ കുഫറിൻ്റെ വർധനയാണ്. കാഫറുകൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയതിൻ്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കുവാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെടുന്നു. കാഫറുകളായ ഒരു കൗമിനെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. ഇതാണ് ഇതിനകത്തുള്ള മണ്ടത്തരം. ഇത് അന്നത്തെ മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു വിവരക്കേട് മൂലം പരദൂഷണം പറയുന്നതാണ്. എന്താണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ, അതിലുള്ള മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇതിൻ്റെ ചരിത്രവും കാര്യകാരണങ്ങളും എന്തൊക്കെയാണ് എന്നുമാണ് നമ്മളിനി വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാനിതിലുള്ള മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്ന്, ഈ ആകാശവും ഭൂമിയും, അതായത് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ കയ്യിൽ ഒരു ലൂനാർ കലണ്ടർ ഉണ്ട്. അള്ളാഹു ഒരു ലൂനാർ കലണ്ടർ തയ്യാറാക്കി മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിലെ ഒരു മണ്ടത്തരം. രണ്ടാമത്തെ മണ്ടത്തരം പലയിടത്തും ആവർത്തിക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ടത്തരമാണ്. മണ്ടത്തരം മാത്രമല്ല, അത് ഇന്നത്തെ കാലത്ത് വളരെ പരിഹാസ്യമായ ഒരു നെറികേട് കൂടിയാണ്. മനുഷ്യർ 4 മാസം കൊള്ള ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് അതിലെ ഒരു മണ്ടത്തരം. 4 പുണ്യമാസങ്ങളുണ്ട്. ആ 4 പുണ്യമാസങ്ങളിൽ കൊള്ളയടിക്കാനും പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല എന്ന്. മൂന്നാമത്തെ മണ്ടത്തരം നസീ കുഫറിൻ്റെ അഥവാ അവിശ്വാസത്തിൻ്റെ ആക്കം കൂട്ടും, അത് മഹാ തെമ്മാടിത്തമാണ് എന്നതാണ്. നാലാമത്തെ മണ്ടത്തരം നസീ മഹാതെമ്മാടിത്തവും അത് കുഫറിൻ്റെ വർധനവും ഒക്കെ ആണെങ്കിലും അത് നല്ലതായി ഭംഗിയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ കാരണം നിങ്ങളുടെ ദുഷ്ചെയ്തികളാണ്. ഇതാണ് ഈ 2 വാക്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള 4 മരമണ്ടത്തരങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ഇത് മരമണ്ടത്തരങ്ങളാവുന്നത്, എന്താണ് ഇതിൽ പറയുന്നത്? ഇതിൽ പറയുന്നത് അന്നത്തെ ഗോത്രകാലത്തെ മനുഷ്യർക്കിടയിൽ നിലവിലുണ്ടായിരുന്ന അവരുടെ പരിമിതമായ അറിവിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനുഷ്യർ സൂക്ഷ്മമായി പണ്ട് മുതലേ നിരീക്ഷിക്കുകയും അതിൽ മനുഷ്യരുടെ കാഴ്ചകൾക്കനുസരിച്ച് അവരതിന് ചില പ്രയോജനങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ ജീവിത വ്യവഹാരങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യർ ആകാശഗോളങ്ങളെ നോക്കി കാലഗണന നടത്തിയിരുന്നു എന്നതും ആകാശത്തേക്ക് നോക്കി ദിശ മനസ്സിലാക്കിയിരുന്നു എന്നതും സമയം കണക്കാക്കിയിരുന്നു എന്നതൊക്കെ. ആദ്യകാലത്ത് മനുഷ്യരെല്ലാവരും കാലഗണനയ്ക്ക് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് വളരെ പ്രത്യക്ഷത്തിൽ ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം നോക്കിയിട്ടായിരുന്നു. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം നോക്കി മനുഷ്യർ ഉപയോഗിച്ച് വന്ന ഒരു കലണ്ടറാണ് ലൂണാർ കലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഈ ലൂണാർ കലണ്ടറിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ലൂണാർ കലണ്ടർ അറേബ്യയിലെ അറബികൾ മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്. ലോകത്ത് പല നാടുകളിലും ആദ്യകാലത്ത് മനുഷ്യർ ഉപയോഗിച്ച് വന്ന കലണ്ടർ ഈ ചന്ദ്രമാസ കലണ്ടർ തന്നെയാണ്. നമ്മുടെ ഭാരതത്തിൽപ്പെട്ട പ്രദേശങ്ങളിലുമൊക്കെ ആദ്യകാലത്ത് ഈ ചന്ദ്രമാസ കലണ്ടർ ഉപയോഗിച്ചിരുന്നു. അറബികൾ പണ്ട് മുതൽക്കേ ഈ ചന്ദ്രമാസത്തെയാണ് കാലഗണനയ്ക്ക് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. ഇന്നും ഇസ്ലാമിലൂടെ ഈ ചന്ദ്രമാസം ദൈവീകമായ ഒരു കാലഗണനയായി മുസ്ലിങ്ങൾ കണക്കാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം ഈ 2 ഖുർആൻ വാക്യങ്ങളാണ്. എന്നാൽ ഈ ലൂനാർ കലണ്ടറിൻ്റെ പ്രായോഗികമായ പരിമിതികൾ മനസ്സിലാക്കിയ ആധുനിക മനുഷ്യൻ
ലോകത്തെ എല്ലായിടത്തും സാർവത്രികമായി ഇന്ന് ഉപയോഗിക്കുന്നത് മറ്റൊരു കലണ്ടറാണ്. നമ്മളൊക്കെ ഇന്ന് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാലഗണന ലൂണാർ കലണ്ടർ അല്ല, മറിച്ച് സോളാർ കലണ്ടറാണ്. സോളാർ കലണ്ടർ അനുസരിച്ചാണ് ഇന്ന് ലോകത്ത് എല്ലായിടത്തും മനുഷ്യർ കാര്യങ്ങളൊക്കെ പരസ്പരം വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. സോളാർ കലണ്ടറിനെ അപേക്ഷിച്ച് കൂടുതൽ പരിമിതികളും ദോഷങ്ങളും ഉള്ള ഒരു കലണ്ടറാണ് ലൂണാർ കലണ്ടർ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മനുഷ്യർ അതിൽ നിന്നും സോളാർ കലണ്ടറിലേക്ക് മാറിയിട്ടുള്ളത്. എന്നാൽ ആദ്യകാലത്ത് മനുഷ്യർക്ക് പെട്ടെന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ആകാശ പ്രതിഭാസമായിരുന്നു ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എന്നതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ മാസവും കൊല്ലവും ഒക്കെ കണക്കാക്കി വന്നിരുന്നത്. എന്താണ് ഈ ലൂണാർ കലണ്ടറിൻ്റെ അല്ലെങ്കിൽ ഈ ചന്ദ്രമാസ കലണ്ടറിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മകൾ? ചന്ദ്രമാസ കലണ്ടറിനെ കുറിച്ചും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും ചുരുക്കി ഒന്ന് പറയാം. 2 തരം ചന്ദ്രമാസങ്ങൾ ഉണ്ട്. ഒന്ന് സൈഡീരിയൽ മന്ത്, മറ്റൊന്ന് സിനോഡിക് മന്ത്. സൈഡീരിയൽ മന്ത് എന്ന് പറയുന്നത് ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ കൃത്യമായി 360 ഡിഗ്രി വലം വയ്ക്കാനെടുക്കുന്ന ആക്ച്വൽ ടൈമാണ്. അത് 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റുമാണ്. 27.25 ദിവസം എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പറയാം. ഇതാണ് ഒരു സൈഡീരിയൽ മന്ത് എന്ന് പറയുന്നത്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാനെടുക്കുന്ന ആക്ച്വൽ ടൈം, അതാണ് ഒരു സൈഡീരിയൽ മന്ത്. പക്ഷെ അത് കാലഗണനയ്ക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ദൃശ്യമാകുന്ന ചന്ദ്രമാസം അതല്ല. അത് രണ്ടാമത് പറഞ്ഞ സൈനോഡിക് മന്ത് എന്ന മാസമാണ്. സൈനോഡിക് മന്ത് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം ഒരു തവണ കൃത്യമായി ആവർത്തിക്കുന്ന സമയമാണ്. ഒരു കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള സമയത്തിനാണ് ഒരു സീനോഡിക് മന്ത് എന്ന് പറയുന്നത്. അതിൻ്റെ സമയം ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയത്തേക്കാൾ 2 ദിവസം കൂടുതലാണ്. അതായത് ഒരു സൈനോഡിക് മന്ത് എന്ന് പറയുന്ന ചന്ദ്രമാസത്തിൻ്റെ ദൈർഘ്യം 29 ദിവസം 12 മണിക്കൂർ 44 മിനിറ്റ്, റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 29.5 ദിവസം. ഇതാണ് ഒരു സൈനോഡിക് മന്തിൻ്റെ ദൈർഘ്യം. അപ്പോൾ 2 തരം ചന്ദ്രമാസങ്ങളുണ്ട്. ഒന്ന് സൈഡീരിയൽ മന്ത്, അതിൻ്റെ സമയം എന്ന് പറയുന്നത് 27.25 ദിവസമാണ്. സൈനോഡിക് മന്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ മാസം ചന്ദ്രമാസം, അതിൻ്റെ സമയം 29.5 ദിവസമാണ്. ലൂണാർ കലണ്ടറിൽ സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്നത് ഈ സൈനോഡിക് മന്താണ്. അതായത് 29.5 ദിവസം കൊണ്ട് ആവർത്തിക്കപ്പെടുന്ന ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം നോക്കി മാസം കണക്കാക്കുന്ന രീതിയാണ് ലൂണാർ കലണ്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കറുത്തവാവ് കഴിഞ്ഞ് അടുത്ത കറുത്തവാവ് വരെയുള്ള സമയത്തിനാണ് ഒരു മാസം എന്ന് പറയുന്നത്. അത് 29.5 ദിവസമാണ്. ഇന്ന് ലോകമാകെ നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ കലണ്ടറിൽ നിങ്ങൾക്കറിയാം ഒരു മാസം 30 ദിവസമോ 31 ദിവസമോ ഒക്കെയാണുള്ളത്. മൊത്തം 12 മാസങ്ങളും കൂടെ 365.25 ദിവസം ചേർന്നതാണ് ഒരു സോളാർ വർഷം എന്ന് പറയുന്നത്. അത് ഭൂമി ഈ ചന്ദ്രനെയും കൊണ്ട് സൂര്യനെ ഒരു തവണ ചുറ്റി വരാനെടുക്കുന്ന ടൈമാണ്. അതും കൃത്യമല്ല, അതും കുറേ ഫ്രാക്ഷൻസ് ഉള്ള ഒരു കണക്കാണ്. 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഇത്രയും ആണ് സൂര്യനെ ഭൂമിക്ക് ഒരു തവണ ചുറ്റി വരാൻ വേണ്ട ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 365.25 എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ 365 ദിവസം നോർമലായിട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞ് 4 വർഷം കൂടുമ്പോൾ നമ്മൾ ഒരു ദിവസം കൂടുതലും എടുക്കുന്നു. അങ്ങനെ 366 ദിവസങ്ങളുള്ള ഒരു വർഷം 4 കൊല്ലത്തിലൊരിക്കൽ ആവർത്തിച്ച് വരും. ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതാണ് സോളാർ കലണ്ടർ. സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും തമ്മിൽ ഒരു വർഷത്തിൽ 11 ദിവസത്തെ വ്യത്യാസമുണ്ടാകും. ലൂണാർ കലണ്ടറിൽ 11 ദിവസം കുറവായിരിക്കും സോളാർ കലണ്ടറിലെ 365 ദിവസത്തേക്കാൾ. അങ്ങനെ വരുമ്പോൾ ഓരോ വർഷവും 11 ദിവസം വീതം പുറകോട്ട് വന്ന് ഒരു 33 വർഷം കഴിയുമ്പോൾ ഒരു കൊല്ലത്തെ വ്യത്യാസം വരും. ഇവിടെ 33 വയസ്സായ ഒരാൾക്ക്
അയാൾ സൗദി അറേബ്യയിലാണ് ജനിച്ചിരുന്നതെങ്കിൽ 34 വയസ്സായിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ കൂടെ സൗദി അറേബ്യയിൽ ജനിച്ച ഒരാൾക്ക് എന്നെക്കാൾ 2 വയസ്സ് കൂടുതലുണ്ടാവും. കാരണം 66 വയസ്സാകുമ്പോഴേക്ക് സോളാർ വർഷം അനുസരിച്ച് 66 വർഷം കഴിയുമ്പോഴേക്ക് ലൂണാർ വർഷം അനുസരിച്ച് 68 വർഷമായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ 2 കണക്കുകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം നോക്കി ആണ് ലൂണാർ കലണ്ടറിൽ മാസം കണക്കാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ വൃദ്ധിക്ഷയം? എന്താണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം എന്നും എന്തുകൊണ്ടാണ് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത് എന്നും പണ്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് സഹാബികളായ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് മുഹമ്മദ് അല്ല, അള്ളാഹുവാണ്. അള്ളാഹു പറഞ്ഞ ഉത്തരം ഖുർആനിലുണ്ട്. 2-ാം അധ്യായത്തിലെ 189-ാമത്തെ വാക്യത്തിലാണ് ഈ കാര്യം പറയുന്നത്. നിന്നോടവർ ചന്ദ്രക്കലകളെ പറ്റി ചോദിക്കുന്നു, പറയുക മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുള്ള ഉപാധികളാകുന്നു അവ. ഇവിടെ എന്താണ് ആളുകൾ ചോദിച്ചത് എന്ന് ഇതിൻ്റെ അവതരണ സന്ദർഭമായിട്ട് തഫ്സീറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാഹിദിയുടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഖത്താദ said, it was mentioned to us that the prophet was asked about the reason why the new moons were created, and so Allah revealed. Al-Kalbi said, this was revealed about Mu'adha ibn Jabal and Talba ibn Anma, both of whom were of the Ansar. These 2 men said, O Messenger of Allah, how is it that the moon first looks fine like a thread, then it grows until it becomes full and round, but then it starts to decrease and become fine again as it initially was. It never stays in one form. And as a response, Allah revealed this verse. അപ്പോൾ ചന്ദ്രൻ എന്തുകൊണ്ടാണ് ആദ്യം ഒരു നൂല് പോലെ, പിന്നെ ഒരു തേങ്ങാപ്പൂള് പോലെ, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അരവട്ടം പോലെ, പിന്നെ പുള്ളുവട്ടം പോലെയൊക്കെ ആയി മാറി വരികയും പിന്നെ അത് വീണ്ടും ഡിക്രീസ് ചെയ്ത് കാണാതാവുകയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ ചന്ദ്രൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറി മാറി വരുന്നത്? എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ഇവർ 2-3 പേര് വന്നിട്ട് നബിയോട് ചോദിച്ചത്. ആ ചോദ്യത്തിന് നബി ഉത്തരം പറയുന്നതിന് പകരം വെളിച്ചപ്പാട് തുള്ളിയിട്ട് അള്ളാഹു പറഞ്ഞ ഉത്തരമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നിന്നോടവർ ചന്ദ്രക്കലയെപ്പറ്റി ചോദിക്കുന്നു, പറയുക മനുഷ്യരുടെ ആവശ്യങ്ങൾക്കും ഹജ്ജ് തീർത്ഥാടനത്തിനും കാലനിർണയത്തിനുമുള്ള ഉപാധികളാകുന്നു അവ. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്തുകൊണ്ട് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്നാണ്. ഉത്തരം പറഞ്ഞത് അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനും കാലം കണക്കാക്കാനുമാണ്. അതായത് അരി എത്ര എന്നാണ് ചോദ്യം, അരി കഞ്ഞി വെക്കാനാണ് എന്നാണ് ഉത്തരം. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയോട് പത്രക്കാർ ഒരു ചോദ്യം ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് റിട്ടയർ ചെയ്യാനുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് എന്ന്. അപ്പം മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത്, KSRTC ഡ്രൈവർ എൻ്റെ തല നഗ്നമായ ഉടലുമ വെച്ച് കെട്ടിയിട്ടൊക്കെ അവഹേളിച്ചു, അങ്ങനെയുള്ളവരെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത്. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ് എന്നാണ് പറഞ്ഞത്. KSRTC ഡ്രൈവർ മുഖ്യമന്ത്രിയെ അപമാനിച്ചതിനെ കുറിച്ചാണ്. ഇങ്ങനെ ചോദ്യം ഉത്തരം പറയാൻ പാകത്തിന് മാറ്റിയിട്ട് ഉത്തരം പറയുക എന്നുള്ളത് ലോജിക്കൽ ഫാലസിയിലെ ഒരു A ക്ലാസ് ഫാലസിയാണ്. അത് തന്നെയാണ് ഇവിടെ മുഹമ്മദും എടുത്ത് ഉപയോഗിച്ചത്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം ഉണ്ടാവാൻ കാരണം എന്ത് എന്നാണ് നാട്ടുകാർ വന്നിട്ട് ചോദിച്ചത്. കാരണം പറയാൻ അറിയാത്തതുകൊണ്ട് അതിൻ്റെ പ്രയോജനം എന്താണ് എന്ന് മൂപ്പരങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അത് ഖുർആനിലെ ആയത്തായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാക്കിയത് കാലഗണനയ്ക്കാണ് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യർക്ക് കലണ്ടർ ഉണ്ടാക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് ചന്ദ്രൻ എന്ന ചോദ്യത്തിനും ഈ ഖുർആനിൽ ഉത്തരവുണ്ട്. എവിടേക്കാണ് ചന്ദ്രൻ പോകുന്നത്, സൂര്യൻ പോകുന്നത് എന്നതിൻ്റെയൊക്കെ ഉത്തരങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ചന്ദ്രനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അത് ആകാശത്ത് സഞ്ചരിക്കുന്ന ഒരു വെളിച്ചമാണ് എന്നാണ്, ഒരു നൂറാണ് എന്നാണ്. അപ്പോൾ ചന്ദ്രൻ ഒരു വെളിച്ചമാണ് എന്നും ആ വെളിച്ചം ഇങ്ങനെ ഷേപ്പ് മാറി വരുന്നു എന്നും ആ വെളിച്ചത്തിൻ്റെ ഷേപ്പ് മാറ്റം നോക്കിയിട്ടാണ് മനുഷ്യന്മാർ കാലഗണന നടത്തുന്നത് എന്നും അതിനുവേണ്ടി തന്നെയാണ് അള്ളാഹു അതിനെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് 6-ാം നൂറ്റാണ്ടിൽ അറേബ്യ മരുഭൂമിയിൽ അലഞ്ഞു നടന്നിരുന്ന അള്ളാഹു എന്ന ദൈവം മനസ്സിലാക്കി വെച്ചതും നമുക്ക് പറഞ്ഞു തരുന്നതുമായ വലിയ വലിയ കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ചന്ദ്രന് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് എന്ന്
6-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ അയാൾക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇന്ന് നമുക്കൊന്നും ആ ബുദ്ധിമുട്ടില്ല. നമ്മളൊക്കെ LP സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ചെറിയ ലഘു പരീക്ഷണത്തിലൂടെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ പരീക്ഷണം ഒന്നുകൂടെ പറയാം. വളരെ സിമ്പിളായിട്ട് നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ഒരു വെളുത്ത ചെറിയ പന്ത് അല്ലെങ്കിൽ ഒരു വീർപ്പിച്ച ബലൂണ് കയ്യിൽ ഇങ്ങനെ നീട്ടിപ്പിടിക്കാം. രാത്രി ആയിരിക്കണം. രാത്രി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു വെളിച്ചം വരുന്ന രീതിയിൽ ഒരു ടോർച്ച് അടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒരു ബൾബ് കത്തിച്ച് വെക്കുകയോ ചെയ്യുക. മറ്റു വെളിച്ചങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇരുട്ടുണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ആ വെളിച്ചത്തിൻ്റെ മുമ്പിൽ ഈ വെളുത്ത പന്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പന്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വെളിച്ചം പന്തിൽ എങ്ങനെയാണ് പതിക്കുന്നത് എന്ന് നോക്കിക്കാണാം. അങ്ങനെ നോക്കി ആ വെളിച്ചത്തിൻ്റെ ഷേപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ആ പന്തുമായി നിന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം 360 ഡിഗ്രി ഒന്ന് വട്ടം കറങ്ങാം. വട്ടം കറങ്ങുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയും നോട്ടവും ആ പന്തിൻ്റെ മുകളിൽ വീഴുന്ന വെളിച്ചത്തിലായിരിക്കണം. നമ്മുടെ തല ഭൂമിയായിട്ട് സങ്കല്പിക്കുക, നമ്മുടെ കണ്ണ് ഭൂമിയിൽ നിന്നുള്ള നമ്മുടെ നോട്ടമായിട്ട് തന്നെ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ നീട്ടിപ്പിടിച്ച കയ്യിലുള്ള പന്ത് ചന്ദ്രനാണെന്ന് സങ്കല്പിക്കുക. പുറത്തുനിന്ന് വരുന്ന വെളിച്ചം സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് എന്നും മനസ്സിലാക്കുക. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ചയിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ചന്ദ്രനിൽ സൂര്യൻ്റെ പ്രകാശം തട്ടുന്നത് ഭൂമിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഓരോ ദിവസവും കാണുക. ആ വ്യത്യാസമാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ലൂണാർ കലണ്ടറും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം ലൂണാർ കലണ്ടർ അനുസരിച്ച് ഒരു കൊല്ലത്തിൽ 11 ദിവസം കുറവായിരിക്കും എന്നതാണ്. ഓരോ വർഷവും ഇങ്ങനെ 11 ദിവസം കുറവായതുകൊണ്ട് തന്നെ ലൂണാർ കലണ്ടറിനോട് പ്രകൃതിയിൽ നടക്കുന്ന ചാക്രികമായ ആവർത്തനങ്ങൾ പൊരുത്തപ്പെടാതെ വരുന്നു. അതാണ് ഈ കലണ്ടറിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. ആ പോരായ്മ കാരണം മനുഷ്യർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു ഈ കാലഗണന അനുസരിച്ച്. കാരണം കൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട കച്ചവടം, വിളവെടുപ്പും കച്ചവടവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഇതെല്ലാം ഈ സോളാർ കലണ്ടർ അനുസരിച്ചാണ് കൃത്യമായി ആവർത്തിച്ചു വരിക. ഭൂമിയിലെ കാലാവസ്ഥയും അതനുസരിച്ചാണ് ആവർത്തിച്ചു വരിക. എന്നാൽ ലൂണാർ കലണ്ടർ അനുസരിച്ച് ഈ ആവർത്തനങ്ങളിൽ വ്യത്യാസം വരികയും ഓരോ വർഷവും ഇത് 11 ദിവസം വീതം പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വിളവെടുപ്പുമായിട്ടും കൃഷിയുമായിട്ടും അതുമായി ബന്ധപ്പെട്ട കച്ചവടവുമായിട്ടും ആഘോഷങ്ങളുമായിട്ടും ഒന്നും ഈ ലൂണാർ കലണ്ടർ പൊരുത്തപ്പെടാതെ പോകും. അതാണ് ഈ കലണ്ടറിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഈ പോരായ്മ നികത്താൻ വേണ്ടി പണ്ട് കാലത്ത് മനുഷ്യർ പല സൂത്രങ്ങളും ചെയ്തിരുന്നു. അറബികൾ മാത്രമല്ല, നമ്മുടെ നാട്ടിലുമൊക്കെ ആ സൂത്രപ്പണി ചെയ്തിരുന്നു. ആ സൂത്രപ്പണിയിൽ ഒരു സൂത്രപ്പണിയാണ് ഈ നസീ എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു കുഫറാണ്, കുഫറിൻ്റെ വർധനയാണ്, തോന്നിയാസമാണ് എന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന ഈ നസീ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഈ ലൂണാർ കലണ്ടർ കൊണ്ടുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗത്തെക്കുറിച്ചാണ്. ആ മാർഗം ഇന്ത്യയിലൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. ആ മാർഗം എന്ന് പറഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു 32 മാസം കഴിയുമ്പോൾ ഒരു മാസം അധികം കൂട്ടിച്ചേർക്കും ഒരു വർഷത്തിൽ. അപ്പോൾ 2 കൊല്ലം 12 മാസമാണെങ്കിൽ 3-ാമത്തെ കൊല്ലം 13 മാസമായിരിക്കും ഒരു കൊല്ലത്തിലുണ്ടാവുക. ഇങ്ങനെ 3 കൊല്ലം കൂടുന്തോറും ഓരോ മാസം അധികരിച്ചുകൊണ്ട് 12 മാസങ്ങളുള്ള 2 വർഷം, അത് കഴിഞ്ഞ് 13 മാസമുള്ള ഒരു വർഷം, പിന്നെ വീണ്ടും 12 മാസമുള്ള 2 വർഷം, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസം അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് 13 മാസമുള്ള വർഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ കലണ്ടർ അഡ്ജസ്റ്റ് ചെയ്തു പോയിരുന്നത്. എന്തിനു വേണ്ടി? ഈ പറഞ്ഞ സോളാർ കലണ്ടറുമായിട്ട് പ്രകൃതിയുമായിട്ട്, പ്രകൃതിയിലെ ഋതുഭേദങ്ങളുമായിട്ട്, പ്രകൃതിയിലെ ചാക്രികമായ എല്ലാ ആവർത്തനങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്തിക്കൊണ്ട് പോവാൻ, അതനുസരിച്ച് മനുഷ്യൻ്റെ ജീവിത വ്യവഹാരങ്ങൾ കൃത്യമായിട്ട് ആവർത്തിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മനുഷ്യർ ലൂണാർ കലണ്ടറിൻ്റെ പരിമിതിയെ പരിഹരിച്ചുകൊണ്ട് ചെയ്തിരുന്ന ഒരു പണിയാണ് ഈ ഒരു മാസം അധികരിക്കൽ. അതിനെയാണ് നസീ എന്ന് പറയുന്നത്. അറബികളും ആ പണി ചെയ്തിരുന്നു.
ഇന്ത്യയിൽ അതിനെക്കുറിച്ച് പണ്ട് കാലത്ത് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്, ആ 13-ാം മാസം ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുന്ന 13-ാം മാസം, അതൊരു മോശം കാലമാണ് എന്നും ആ 13-ാം മാസം ശുഭകാര്യങ്ങൾക്കൊന്നും ഗുണമല്ല എന്നും നല്ല കാര്യങ്ങളൊന്നും ആ മാസത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം പണ്ട് കാലത്ത് മനുഷ്യർക്കിടയിലുണ്ടായിരുന്നു. എന്നാൽ മഹാവിഷ്ണു അതിലിടപെടുകയും മഹാവിഷ്ണു ആ തെറ്റിദ്ധാരണ മാറ്റുകയും ചെയ്തു എന്നാണ് ഇന്ത്യയിലെ, നമ്മുടെ ഭാരതത്തിലെ പുരാണങ്ങളിൽ പറയുന്നത്. എന്നിട്ട് മഹാവിഷ്ണു പറഞ്ഞു, ആ 13-ാം മാസത്തിന് ഒരു കുഴപ്പമില്ല, അന്ന് നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാസത്തിന് എൻ്റെ പേരും ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ 13-ാം മാസത്തിന് പുരുഷോത്തമൻ എന്ന് പേരിട്ടത്. അപ്പോൾ ഭാരതത്തിൽ ഇങ്ങനെ നസീഹ് നടത്തുന്ന, അധികമുണ്ടാക്കുന്ന 13-ാം മാസത്തിന് പുരുഷോത്തമ മാസം എന്നാണ് പേര്. അത് മഹാവിഷ്ണു തന്നെ നൽകിയ പേരാണ് എന്നാണ് വിശ്വാസം. എന്നാൽ മഹാവിഷ്ണുവിനുണ്ടായ ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ അള്ളാഹുവിന് ഉണ്ടായില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ ഈ മണ്ടത്തരം എഴുതി വെച്ചിട്ടുള്ളത്. പല ഇസ്ലാമിക ഖുർആനിക പണ്ഡിതന്മാർക്കും എന്താണ് ഈ നസീഹ് എന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ അത് അന്നത്തെ കാലത്ത് ജാഹിലിയ അറബികൾ, മുശ്രിക്കുകൾ എന്തോ കുരുത്തക്കേട് കാണിച്ചതായിരുന്നു എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. കാരണം ആ രീതിയിലാണ് ഖുർആനിൽ അവരെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ചില വ്യാഖ്യാതാക്കൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവർ അല്പസ്വല്പം വളച്ചു തിരിച്ചിട്ടാണെങ്കിലും അത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ അമാനി മൗലവിയും റാസിയും എഴുതി വെച്ച വിശദീകരണം ചെറുതായിട്ട് വായിക്കാം. നസീഹ് അറബികളിൽ പതിവുണ്ടായിരുന്നതായി ഇമാം റാസി മുതലായ ചിലർ പ്രസ്താവിച്ചിരിക്കുന്നു. പണ്ട് മുതൽക്കേ ചന്ദ്രിക മാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറബികൾ കാലനിർണയം ചെയ്തു വന്നിരുന്നത്. സൗരവർഷവും ചന്ദ്രവർഷവും തമ്മിൽ കൊല്ലത്തിൽ ഏതാണ്ട് 11 ദിവസത്തെ വ്യത്യാസമുണ്ടായിരിക്കുമല്ലോ. ഉഷ്ണം, ശൈത്യം, കാലവർഷം, വേനൽ മുതലായ പ്രകൃതി മാറ്റങ്ങൾ സംഭവിക്കുന്നത് സൗരമാസങ്ങളുടെ കണക്കിലുമായിരിക്കും. ഇതു നിമിത്തം ഹജ്ജുകാലം ചിലപ്പോൾ അത്യുഷ്ണവേളയിലും ചിലപ്പോൾ മറിച്ചും വന്നേക്കും. ഉഷ്ണകാലത്ത് ഹജ്ജ് വരുന്നത് കൊണ്ട് പൊതുവേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പുറമെ അവരുടെ ഒരു പ്രധാന ധനാഗമ മാർഗമായ ഹജ്ജ് കാലത്തെ കച്ചവട ഉത്സവങ്ങൾക്കും അത് തടസ്സമായി തീരും. അതുകൊണ്ട് ചന്ദ്രിക മാസങ്ങളെ കണക്കാക്കുന്നതിൽ ചില നീക്കുപോക്കുകൾ സ്വീകരിച്ചുകൊണ്ട് ഹജ്ജുകാലം അവർ മാറ്റി നിശ്ചയിക്കും. ഇതാണ് ഈ നസീഇൻ്റെ ചുരുക്കം. ഇനി റാസി നൽകുന്ന വിശദീകരണം കൂടെ വായിക്കാം. അറബികൾക്ക് ചാന്ദ്രവർഷം അനുസരിച്ചുള്ള 12 മാസമാണ് ഒരു വർഷം. ഈ വാക്യവും ചന്ദ്രനു രാശികളെ നിശ്ചയിച്ചു കൊടുത്തത് നിങ്ങൾ വർഷങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടിയാണ് എന്ന വചനവും മറ്റും അതിൻ്റെ തെളിവാണ്. അറബികളല്ലാത്തവർക്ക് സൗരവർഷമാണ് കാലഗണനയുടെ നിദാനം. ചാന്ദ്രവർഷം സൗരവർഷത്തേക്കാൾ ഏതാനും ദിവസം കുറവായിരിക്കും. ഈ കുറവ് കാരണമായി ചാന്ദ്രമാസങ്ങളിൽ ഋതുക്കൾ മാറിവരും. ഹജ്ജ് ശൈത്യകാലത്തും വേനൽക്കാലത്തും വരും. ഹജ്ജിനോടൊപ്പം വ്യാപാരവും ഉദ്ദേശിച്ച് വരുന്നവർക്ക് ഹജ്ജിൻ്റെ സീസൺ വ്യാപാരത്തിൻ്റെ സീസൺ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഗുണം ലഭിക്കുകയില്ലല്ലോ. ആകയാൽ അക്കൊല്ലം അവർ സൗരവർഷപ്രകാരം കണക്കാക്കും. തൽഫലമായി ദുൽഹജ്ജിൽ നടക്കേണ്ട കർമ്മത്തെ മുഹറത്തിലോ സഫറിലോ ആക്കുന്ന പതിവുണ്ടായിരുന്നു. ഭൗതിക താൽപ്പര്യത്തിനായി പടച്ചവൻ്റെ നിയമത്തെ ഭേദഗതി ചെയ്യുന്ന അവരുടെ ഈ പ്രവണതയെ ശക്തിയായി നിരോധിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നസീഹ്. കാലാവസ്ഥയും ഋതുഭേദങ്ങളും അതുമായി ബന്ധപ്പെട്ട കൃഷി, കച്ചവടം, വിളവെടുപ്പ്, ഉത്സവം തുടങ്ങിയ കാര്യങ്ങളും പൊരുത്തപ്പെടാതെ വരും. അഥവാ പ്രകൃതിയുമായി പൊരുത്തമില്ലാത്ത കാരണമാണ് ഈ ലൂണാർ കലണ്ടർ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാസം അധികം ആക്കിക്കൊണ്ട് 13 മാസമുള്ള വർഷങ്ങൾ ഇടയ്ക്കുണ്ടാക്കിക്കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു പണ്ടത്തെ അറബികളും പല നാടുകളിലും. ഈ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് നസീഹ് എന്ന് പറയുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ ചെയ്യുന്നു ചിലർ എന്നും പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ അടുത്ത് ആരോ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറക്കിയത് എന്നാണ് ഇതിൻ്റെ സബബുൻ നുസൂലായിട്ട് പറയുന്നത്. അപ്പോൾ ആയത്തിറക്കിയ അള്ളാഹുവിന് നസീഹ് എന്താണ്, എന്തിനു വേണ്ടിയാണ്, ഈ ചന്ദ്രമാസം മനുഷ്യർക്കുണ്ടാക്കുന്ന പ്രയാസം എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായ യാതൊരു അറിവും അന്തവും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് അള്ളാഹു ചാടിക്കേറി ഈ മാതിരി മണ്ടത്തരം ഇവിടെ ആയത്തായിട്ട് ഇറക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു മഹാവിഷ്ണുവിൻ്റെ അത്രയെങ്കിലും അന്തമുള്ള ഒരു ദൈവമായിരുന്നെങ്കിൽ പറയേണ്ടിയിരുന്നത് നസീഹ് വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങളത് തുടർന്നോളൂ എന്നാണ്. അതല്ലെങ്കിൽ കുറച്ചും കൂടെ അന്തമുള്ള ഒരു പഠിച്ചവനാണ് അള്ളാഹു എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പഠിച്ചവന്മാരാണ് ഇതിലൊക്കെ ഇടപെടുന്നത് എങ്കിൽ അവർ പറഞ്ഞു കൊടുക്കേണ്ടത്
മനുഷ്യരെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോജനമുള്ള കലണ്ടർ, ഈ ലൂണാർ കലണ്ടർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾ സോളാർ കലണ്ടർ ഉണ്ടാക്കി ഉപയോഗിച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു ദൈവങ്ങൾ പറഞ്ഞു തരേണ്ടിയിരുന്നത്. പക്ഷെ അത് ദൈവങ്ങളാരും പറഞ്ഞു തന്നിട്ടില്ല. അതൊക്കെ മനുഷ്യരുടെ യുക്തി കൊണ്ട് കണ്ടെത്തി ഇന്ന് ലോകത്തെല്ലായിടത്തും മനുഷ്യരത് സാർവത്രികമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുമായി പൊരുത്തപ്പെടുന്ന, മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന, ജീവിത വ്യവഹാരങ്ങളുമായി പൊരുത്തപ്പെടുന്ന കലണ്ടർ എന്ന് പറയുന്നത് സോളാർ കലണ്ടറാണ് എന്ന് മനുഷ്യർ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ചന്ദ്രമാസം നോക്കിയുള്ള കാലഗണന ഒഴിവാക്കിയിട്ട് സോളാർ കലണ്ടർ നമ്മളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അത് പറഞ്ഞു തരാനുള്ള അന്തം ഇല്ലയെന്ന് മാത്രമല്ല, മനുഷ്യന്മാർ ഏതെങ്കിലും രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നപ്പോൾ അവിടെ കയറി വന്നിട്ട് അത് തോന്നിവാസമാണ്, അത് കുഫറാണ് എന്ന് മണ്ടത്തരം പറയുകയാണ് അള്ളാഹു എന്ന അന്തംഗമി ദൈവം ചെയ്തിട്ടുള്ളത്. നമ്മൾ 2 തരം ചന്ദ്രമാസം എന്ന് ആദ്യം പറഞ്ഞല്ലോ, സൈഡീരിയൽ മന്തും സൈനോഡിക് മന്തും. ഈ 2 മാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറയാം. സൈഡീരിയൽ മന്ത് ചന്ദ്രന് ഭൂമിയെ ഒരു തവണ 360 ഡിഗ്രി കറങ്ങി വരാനെടുക്കുന്ന ആക്ച്വൽ ടൈമാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ സൈനോഡിക് മന്ത് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിന് ഒരു തവണ കൃത്യമായി ആവർത്തിച്ച് വരാനുള്ള സമയമാണ്. അപ്പോൾ വൃദ്ധിക്ഷയത്തിൻ്റെ ആവർത്തനവും ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ കറക്കത്തിനെടുക്കുന്ന സമയം, ഇത് രണ്ടും തമ്മിൽ സമയത്തിൽ 2 ദിവസത്തോളം വ്യത്യാസം വരാനുള്ള കാരണം എന്താണ് എന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഒരു വീഡിയോ ചിത്രം അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഈ ചിത്രം നോക്കുക. ഇവിടെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. 360 ഡിഗ്രി ഈ ഭൂമിക്ക് ചുറ്റും ചന്ദ്രന് കറങ്ങി വരാനെടുക്കുന്ന സമയമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. 27 ദിവസവും 7 മണിക്കൂറും 41 മിനിറ്റും. ഇനി എന്തുകൊണ്ടാണ് സൈനോഡിക് മന്തിൽ ഈ 27 ദിവസത്തിൻ്റെ കൂടെ 2 ദിവസം കൂടുതൽ വരുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പം ചിത്രത്തിൽ കാണുന്നത് ഒരു അമാവാസിയാണ്. ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത വിധം പുറകുവശത്താണ് ഇപ്പോൾ ഉള്ളത്. ആ സമയത്താണ് അമാവാസി അല്ലെങ്കിൽ കറുത്ത വാവ് ഉണ്ടാകുന്നത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒപ്പം ഭൂമിയും ചന്ദ്രനും കൂടെ സൂര്യനെ ചുറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇതാ ഇപ്പോൾ ചന്ദ്രൻ ഭൂമിയെ 360 ഡിഗ്രി ചുറ്റിക്കഴിഞ്ഞു. പക്ഷേ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ രേഖയിൽ ആയിട്ടില്ല. അതുകൊണ്ട് അമാവാസി ആയിട്ടില്ല. ചെറിയൊരു ചന്ദ്രക്കല ഭൂമിയിൽ നിന്ന് കാണും. ഇനി ചന്ദ്രൻ 2 ദിവസം കൂടെ മുന്നോട്ട് സഞ്ചരിച്ച് ഭൂമിയെ ചുറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും പഴയതുപോലെ അമാവാസി ദിവസത്തിൽ ഒരുമിച്ച് വരും. അപ്പോൾ ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലേക്ക് എത്തണമെങ്കിൽ 360 ഡിഗ്രി കറങ്ങിയാൽ പോരാ, പിന്നെയും 2 ദിവസം കൂടെ ചുറ്റിയാലേ നേർരേഖയിൽ ഒരുമിച്ച് വരികയുള്ളൂ. ഇതിന് കാരണം ഭൂമിയും ചന്ദ്രനും കൂടെ ചേർന്ന് സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചന്ദ്രനും ഭൂമിയും ഒരുമിച്ച് സൂര്യനെ ചുറ്റുന്നത് കൊണ്ട് രണ്ടുപേർക്കും ഉണ്ടാകുന്ന സ്ഥാന വ്യത്യാസം കാരണം സൂര്യനും ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള നേർരേഖ മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് 2 ദിവസം കൂടുതൽ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിൻ്റെ ആവർത്തനത്തിന് 29.5 ദിവസം വേണം. എന്നാൽ ചന്ദ്രന് ഭൂമിയെ ചുറ്റാൻ 27.25 ദിവസം മതി. ഇതാണ് സൈഡീരിയൽ മന്തും സൈനോഡിക് മന്തും തമ്മിലുള്ള വ്യത്യാസം. സൈഡീരിയൽ മന്തിനെ കാലഗണനയ്ക്ക് പൊതുവെ ഉപയോഗിക്കാറില്ല, കാരണം അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ സൈനോഡിക് മന്ത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാ കാലത്തും മനുഷ്യർക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്ന ഒരു കാഴ്ച വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം നോക്കി കാലം ഗണിക്കുക എന്ന സമ്പ്രദായം മനുഷ്യർ പണ്ട് മുതലേ തുടർന്നു പോകുന്നത്. അത് പക്ഷേ ഭൂമിയിലെ ഋതുഭേദങ്ങളുടെയും മറ്റു ചാക്രികമായ ആവർത്തനങ്ങളുടെയും കാലവുമായി പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് കലണ്ടർ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് മനുഷ്യർ പല മാർഗങ്ങളും അനുവർത്തിച്ചു വന്നത്. അതിൽപ്പെട്ട ഒരു മാർഗമായിരുന്നു ഈ നസീ എന്ന
അധിക മാസം. അത് കുരുത്തം കെട്ട ഏർപ്പാടാണെന്നും അത് പഠിച്ചവനെ ധിക്കരിക്കലാണ് എന്നും പറയുന്നത് മണ്ടത്തരമാണ്, മരമണ്ടത്തരമാണ്. ഇനി നമ്മുടെ ലൂണാർ കലണ്ടറിൽ 11 ദിവസത്തെ വ്യത്യാസം വരുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ മാസം ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത്രയ്ക്കില്ലെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് സോളാർ കലണ്ടറിലും വരുത്തേണ്ടി വരുന്നുണ്ട്. കാരണം 365 ദിവസം കൊണ്ടാണ് ഭൂമി സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്നത്. ആ 1/4 ദിവസം അധികം വരുന്നതുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 കൊല്ലത്തിലൊരിക്കൽ ഒരു ദിവസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 4 കൊല്ലം കഴിയുമ്പോൾ ആ വർഷത്തിൽ 366 ദിവസം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാരണം അങ്ങനെയല്ല എങ്കിൽ നമ്മളും ഇതുപോലെ ഓരോ വർഷവും ഓരോ ദിവസം പുറകോട്ട് പോയി ഈ പ്രകൃതിയുടെ ചാക്രിക ആവർത്തനത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോകും നമ്മുടെ കലണ്ടർ. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 4 കൊല്ലത്തിലൊരിക്കൽ ഒരു ദിവസം കൂടുതൽ ചേർത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ലൂണാർ കലണ്ടറിൽ അത് പോരാ, ഒരു മാസം തന്നെ കൂട്ടിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താലേ അത് പ്രകൃതിയുമായിട്ട് ഒത്തുപോകുള്ളൂ. ഇവിടെയെല്ലാം നമ്മൾ ചിന്തിക്കുന്നവർക്ക് വേറെ ഒരു ദൃഷ്ടാന്തം കൂടി ഉണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, ദൈവം ഉണ്ട് എന്നതിന് വലിയൊരു തെളിവായിട്ട് വിശ്വാസികൾ പറയുന്നൊരു കാര്യം, എല്ലാം വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പ്രപഞ്ചം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നും അതിലൊരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതാവും എന്നൊക്കെയാണ്. ഈ ഖുർആനിൽ പറയുന്നത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം ഏർപ്പാടാക്കിയത് നമുക്ക് കലണ്ടർ ഉണ്ടാക്കാനും കാലം ഗണിക്കാനുമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാലം ഗണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നടത്തിയിരുന്നെങ്കിൽ ഇതിലെല്ലാം ഒരു കൃത്യത വരുമായിരുന്നു. പക്ഷേ ഇവിടെ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നിടത്തോ ഭൂമി സൂര്യനെ ചുറ്റുന്നിടത്തോ ഭൂമി സ്വയം കറങ്ങുന്നിടത്തോ ഈ 3 ഗോളങ്ങളുടെയും ചലനങ്ങൾ തമ്മിൽ കൃത്യതയുള്ള ഒരു സമയ അനുപാതം ഇല്ല എന്നുള്ളതാണ്, കൃത്യത ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷനൊക്കെ വരാൻ കാരണം. നസീഹ് നടത്തേണ്ടി വന്നതും നമുക്ക് 4 കൊല്ലത്തിലൊരിക്കൽ ഒരു ദിവസം കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നതും അത് തന്നെ കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും വ്യത്യാസം വരും. ആ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കാൻ കാരണം ഈ 3 ഗോളങ്ങളും തമ്മിലുള്ള സഞ്ചാരത്തിൻ്റെ എടുക്കുന്ന സമയം തമ്മിൽ ഒരു കൃത്യതയുള്ള അനുപാതം ഇല്ല എന്നതുകൊണ്ടാണ്. അത് ഉണ്ടാക്കാമായിരുന്നു വേണമെങ്കിൽ. അപ്പോൾ ഒരു നല്ല എൻജിനീയർ പ്ലാൻ ചെയ്തിട്ട് കൃത്യതയോടു കൂടിയാണ് ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം കൃത്യം 30 ദിവസം കൊണ്ട് ആവർത്തിക്കുകയും സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സഞ്ചാരം കൃത്യം 360 ദിവസമാവുകയും ചെയ്തിരുന്നെങ്കിൽ എല്ലാ മാസവും 30 ദിവസമാകുമായിരുന്നു, എല്ലാ വർഷവും 360 ദിവസമാകുമായിരുന്നു. മാത്രമല്ല സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും തമ്മിലൊരു വ്യത്യാസവും ഉണ്ടാകുമായിരുന്നില്ല. ഈ ലൂണാർ കലണ്ടർ അനുസരിച്ച് തന്നെ മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. 360 ദിവസം കൊണ്ട് കൃത്യമായിട്ട് സൂര്യനെ ഭൂമി ചുറ്റി വരികയും 30 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ചന്ദ്രൻ ഭൂമിയിൽ വൃദ്ധിക്ഷയം ആവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു കുലുമാലും ഉണ്ടാവില്ലായിരുന്നു. അള്ളാഹ്ക്ക് ഇങ്ങനെ ഇവരെ ചീത്ത പറയേണ്ട, മുശ്രിക്കുകളെ ചീത്ത പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുമായിരുന്നില്ല, കൃത്യത ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു കൃത്യത പ്രകൃതിയിൽ എവിടെയും കാണുന്നില്ല എന്നതാണ്. ഇതൊക്കെ യാദൃച്ഛികമായി ഉണ്ടായിത്തീർന്നതാണ് എന്ന പരിണാമവാദത്തിൻ്റെ സാധുത ശരിവെക്കുന്ന ഒരു കാര്യം. നേരെ മറിച്ച് വളരെ കൃത്യമായി എല്ലാം ആസൂത്രണം ചെയ്ത് ഒരു എൻജിനീയർ ഫിറ്റ് ചെയ്തതാണിതെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ ആകുമായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സമയം കണക്കാക്കാൻ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ചന്ദ്രനെ വൃദ്ധിക്ഷയം ഉണ്ടാക്കിയത് എന്ന് ദൈവം തന്നെ പറയുന്ന സ്ഥിതിക്ക് ആ ഏർപ്പാട് അതിന് പറ്റുന്നതാവണമായിരുന്നു. പക്ഷേ ആ ഏർപ്പാട് അതിന് പറ്റാതെ വന്നതുകൊണ്ടാണ് ആളുകൾക്ക് നസീഹ് എന്ന കുരുത്തക്കേട് ചെയ്യേണ്ടി വന്നതും അള്ളാഹുവിന് അതിന് അവരെ ചീത്ത പറയേണ്ടി വന്നതും. അപ്പോൾ കൃത്യത ഇല്ല എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമാണ്. അത് മറ്റൊന്നിൻ്റെയും ദൃഷ്ടാന്തമല്ല. എല്ലാം ആസൂത്രണം ചെയ്ത ഒരു എൻജിനീയർ അല്ല പ്രകൃതിക്ക് പിന്നിലുള്ളത്. അതെല്ലാം യാദൃച്ഛികമായി വന്നു ചേർന്നതാണ്. ആ വന്നു ചേർന്നതിനനുസരിച്ച് നമ്മളുടെ കഴിവനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാലഗണനാ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്.
അപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്, ഒന്ന്, കലണ്ടറൊന്നും ഉണ്ടാക്കിയത് അള്ളാഹു അല്ല, അത് മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. 2, 4 മാസം കൊള്ള ചെയ്യാൻ പാടില്ല എന്നൊന്നും തലക്ക് വെളിവുള്ള ഒരു പടച്ചോൻ ഒരിക്കലും പറയില്ല. അതൊക്കെ ഗോത്രകാലത്തെ ഗോത്ര ദൈവങ്ങളും ഗോത്ര മനുഷ്യരും പറഞ്ഞുണ്ടാക്കിയ മണ്ടത്തരമാണ്. 3, നസീ എന്ന് പറയുന്നത് ഒരു കുരുത്തം കെട്ട ഏർപ്പാടല്ല, അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. 4, ഈ ലൂണാർ കലണ്ടറിൽ നസീ ഒക്കെ വേണ്ടി വന്നത് അതിൻ്റെ കൃത്യതയില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് കുറച്ചുകൂടെ ശാസ്ത്രീയമായ സോളാർ കലണ്ടർ ഉപയോഗിക്കാനായിരുന്നു ഒരു ദൈവം പറയേണ്ടിയിരുന്നത്. പക്ഷെ അത് പറയാനുള്ള വിവരം ഈ ദൈവത്തിന് ഇല്ലാതെ പോയി. ഇതാണ് ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ആവർത്തിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ പറഞ്ഞതിന് വിശ്വാസികൾക്കിടയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ഇതാണ്: കാലാവസ്ഥ വ്യത്യാസപ്പെടാൻ വേണ്ടി തന്നെയാണ് ഈ ലൂണാർ കലണ്ടർ ഇങ്ങനെ ആക്കിയത് എന്നും, അങ്ങനെ വ്യത്യാസപ്പെടുന്നത് കൊണ്ട് നോമ്പ് പോലെയുള്ള സാഹസികമായ ആചാരങ്ങൾക്ക് എല്ലാ കാലാവസ്ഥയിലൂടെയും കടന്നു പോകാൻ അവസരമുണ്ട് എന്നുമാണ് ഇതിന് ന്യായമായിട്ട് വിശ്വാസികൾ പറയാറുള്ളത്. അതായത് നോമ്പ് ചിലപ്പോൾ തണുപ്പ് കാലത്ത് വരും, ചിലപ്പോൾ മഴക്കാലത്ത് വരും, ചിലപ്പോൾ ചൂട് കാലത്ത് വരും, ചിലപ്പോൾ നല്ല കാലത്ത് വരും. ഇങ്ങനെ പല കാലത്തിലൂടെ നോമ്പ് കടന്നു പോകാനും അതുപോലത്തെ ഹജ്ജും പല കാലങ്ങളിലൂടെ കടന്നു പോകാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തത് എന്നാണ് ഇതിന് ന്യായമായിട്ട് പറയാറുള്ളത് സാധാരണ വിശ്വാസികൾ. അതിന് മറുപടിയായിട്ട് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു ധരിച്ചു വെച്ചിട്ടുള്ളത് അറേബ്യയിലെ ടാവട്ടം മാത്രമാണ് ദുനിയാവ് എന്നാണ്. കാരണം ഈ പറയുന്ന നീതിപൂർവം ഇതെല്ലാവർക്കും എല്ലാ കാലത്തും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, എല്ലാ കാലാവസ്ഥയുടെയും ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുന്നത് പല കാലാവസ്ഥയുള്ള പല സ്ഥലങ്ങളിലാണ്. ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യമേഖലയിലാണ് ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നത്. അവിടെ എല്ലാ കാലത്തും തണുപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വേനൽക്കാലത്ത് നോമ്പ് നോൽക്കുക എന്നുള്ളത് അവർക്ക് നടപ്പുള്ള കാര്യമല്ല. അതുപോലെ തന്നെ കുറേ കൂടി ഉത്തരധ്രുവങ്ങളിലേക്ക് അടുത്തു പോയി കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കാതെയും അസ്തമിക്കാതെയും ഇരിക്കുന്ന മാസങ്ങളോളം സൂര്യൻ ഉദിക്കാതെയും അസ്തമിക്കാതെയും ഇരിക്കുന്ന സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. അവിടെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പകലും രാത്രിയും നമുക്ക് മാറി വരുന്ന പോലെ മാറി വരുന്നില്ല. ചില കാലത്ത് കുറേ കാലം രാത്രിയായിരിക്കും, ചില സമയത്ത് കുറേ കാലം പകലായിരിക്കും. സൂര്യൻ ഇങ്ങനെ ചക്രവാളത്തിൽ കൂടെ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ് ചെയ്യുക. അതിങ്ങനെ തലൻ്റെ മേലെ കൂടെ പോവുകയല്ല ചെയ്യുക ധ്രുവപ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ആളുകൾക്ക് വേനൽക്കാലത്തെ നോമ്പിൻ്റെ ബുദ്ധിമുട്ടും ഉദയം മുതൽ അസ്തമയം വരെയുള്ള നോമ്പും ഒക്കെ അനുഷ്ഠിക്കാൻ പറ്റുക? അതൊന്നും സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിന് അതൊന്നും അറിയുണ്ടായിരുന്നില്ല. അള്ളാഹു വിചാരിച്ചത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അറേബ്യയുടെ ടാവട്ടമാണെന്നാണ്. ആ അറേബ്യയുടെ ടാവട്ടത്തിലാണെങ്കിൽ ചൂടും തണുപ്പുമൊക്കെ മാറി വരും. അപ്പോൾ അറബികൾക്ക് ഹജ്ജിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഈ കാലാവസ്ഥ മാറ്റമൊക്കെ ഇതുമൂലം ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എങ്കിൽ ഇത് അറബികളുടെ ഒരു പ്രാദേശിക ഗോത്രമതം മാത്രമാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഇത് ലോകത്തെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു മതമാണെങ്കിൽ ആ പറഞ്ഞതും എല്ലാവർക്കും ഒരേ നീതി ലഭിക്കാത്ത ഏർപ്പാടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ ന്യായത്തിന് മറുപടിയായിട്ട് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണിത്. ലൂണാർ കലണ്ടർ അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ മനുഷ്യർക്ക് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണമാണ് അവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നത്. അല്ലാതെ അവർ കുരുത്തം കെട്ടവരായതുകൊണ്ടോ അവർ ദൈവത്തിനെ ധിക്കരിക്കാൻ വേണ്ടിയോ ചെയ്തതല്ല. അത് അവരുടെ വിളവെടുപ്പും കൃഷിയും അവരുടെ കച്ചവടവും അതുമായി ബന്ധപ്പെട്ട് ഈ ഹജ്ജ് പോലുള്ള വാണിജ്യമേളകളും പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഇടക്ക് 13-ാം മാസം ഉൾപ്പെടുത്തിക്കൊണ്ട് നസീ നടത്തിയിരുന്നത്. അതിനെക്കുറിച്ച് മഹാവിഷ്ണു പറഞ്ഞതാണ് അതിൻ്റെ ശരി. അതിലൊന്നും ഒരു കുഴപ്പമില്ല, അത് നല്ലതാണ് എന്ന് പറയുകയായിരുന്നു ദൈവം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അത് പറയാനുള്ള അന്തം, മഹാവിഷ്ണുവിൻ്റെ അത്ര അന്തം അള്ളാഹുവിന് ഇല്ലാതെ പോയതുകൊണ്ടാണ് അള്ളാഹു ഇത് ഗുരുത്തം കെട്ട ഏർപ്പാടാണ് എന്നും പറഞ്ഞ് അന്നത്തെ അറബികളെ ചീത്ത പറഞ്ഞത്. അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.